നമസ്കാരം. എല്ലാ NTV പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2025 ജൂൺ മാസം 26-ാം തീയതി 1200-ാം ആണ്ട് മിഥുന മാസം 12-ാം തീയതി വ്യാഴാഴ്ച. ഇന്ന് വ്യാഴാഴ്ചയാണ്. ഇന്നത്തെ നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ്, ഉദയ നക്ഷത്രം. കുറച്ച് കഴിയുമ്പോൾ തിരുവാതിര തീർന്ന് പുണർദ നക്ഷത്രത്തിലേക്ക് പോവും. തിരുവാതിരയായാലും പുണർദമായാലും ശുഭനക്ഷത്രം തന്നെയാണ്. അപ്പോൾ ശുഭനക്ഷത്രം, ശുഭദിനം. ഇന്ന് ശുഭദിനമാണ്, വ്യാഴാഴ്ച, ഗുരുവിൻ്റെ ദിനമാണ്. ശരിക്ക് തിരുവാതിര നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. നിങ്ങൾക്കൊരു വർഷം സാമ്പത്തിക നേട്ടത്തിൻ്റെ കാലഘട്ടമാണ്. ഓരോ കാര്യത്തിന് ഇറങ്ങണം, അത് വിജയത്തിലേക്ക് കലാശിക്കും. സാമ്പത്തിക പുരോഗതിക്കിടവരും. പ്രധാനമായിട്ട് അപ്രതീക്ഷിത ധനം വരുമെന്നാണ്. അപ്രതീക്ഷിത ധനം വരണമെങ്കിൽ ലോട്ടറി എടുക്കണം, അല്ലെങ്കിൽ ശരിക്ക് ഊഹ കച്ചവടങ്ങളിൽ റിയൽ എസ്റ്റേറ്റ് ആവട്ടെ, ഷെയർ മാർക്കറ്റ് ആവട്ടെ, മറ്റ് ധന ഇടപാട് മാർഗങ്ങളിലൂടെ അപ്രതീക്ഷിത ധന സമ്പാദന ഉണ്ടാകുന്ന കാലഘട്ടമാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ മേഖലയുമായി ബന്ധപ്പെട്ട്, നമുക്ക് അറിവുള്ള മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത് നന്നായിരിക്കും. കിട്ടാൻ ഉള്ള ധനം, അല്ലെങ്കിൽ ബ്ലോക്കായി കിടക്കുന്ന, കിട്ടൂല എന്ന് വിചാരിക്കുന്ന ധനം വരെ നമ്മളിലേക്ക് എത്തിച്ചേരും. ഒരാൾ നമുക്ക് തരാനുണ്ടെങ്കിൽ പോലും ഈ സമയത്ത് ചോദിച്ചാൽ കിട്ടും. അതിനു വേണ്ടി പ്രയത്നിക്കണം. ഇതിന് ഒപ്പം തന്നെ ഇന്നത്തെ ദിവസം ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും, നമ്മൾ ഓരോ കാര്യത്തിന് വേണ്ടി പോകുമ്പോഴും പ്രധാനമായിട്ട് രാവുകാലം നോക്കി യാത്ര തിരിക്കുന്നത് നന്നായിരിക്കും. രാവുകാല സമയം വരുന്നത് തന്നെ ശരിക്ക് 2 മണി 2 മിനിറ്റ് തൊട്ട് രാവുകാലം തുടങ്ങുന്നതേ ഉള്ളൂ. 3 മണി 36 മിനിറ്റ് വരെ രാവുകാല സമയം. 1:30 തൊട്ട് 3 മണി വരെ എന്നാണ് ഇട്ടിരിക്കുന്നതെങ്കിലും 2 മണി 2 മിനിറ്റ് തൊട്ടേ തുടങ്ങണുള്ളൂ. ഇപ്പോൾ രാവുകാല സമയം യാത്രയ്ക്ക്, അതുകൊണ്ടാണ് രാവുകാലം പറഞ്ഞു തരണേ. ഓരോ യാത്രയ്ക്ക് ഇറങ്ങുമ്പം രാവുകാലത്തെ കൊണ്ട് ഇറങ്ങുകയാണെങ്കിൽ കിടന്ന് കഷ്ടപ്പെട്ടു പോകും. അതുപോലെ ഗുളികകാല സമയവും യമകണ്ഠ കാല സമയവും ഒരു ശുഭകാര്യത്തിനും നല്ലതല്ല. ഗുളികകാല സമയം വരുന്നത് 9:19 തൊട്ട് 10:53 വരെയും, യമകണ്ഠ കാല സമയം വരുന്നത് 6:10 തൊട്ട് 7:44 വരെയും. ഈ സമയം ഒരു ശുഭകാര്യത്തിനും എടുക്കരുത്. അതുപോലെ തന്നെ എല്ലാ ദിവസം പോലെ ഇന്നും അഭിജിത്ത് മുഹൂർത്തമുണ്ട്. അതാണ് അഭിജിത്ത് മുഹൂർത്തം. നമുക്ക് ഏത് മുഹൂർത്തത്തെക്കാൾ വിശേഷപ്പെട്ട മുഹൂർത്തമാണ് അഭിജിത്ത് മുഹൂർത്തം. അപ്പോൾ ഈ സമയം 12 മണി 3 മിനിറ്റ് തൊട്ട് 12:51 വരെ 48 മിനിറ്റ് നേരം അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയമാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കുക. യെല്ലോ കളറോ യെല്ലോ മിക്സ് ആയിട്ടുള്ള വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുക. അല്ലെങ്കിൽ ഒരു കർച്ചീപ്പായിട്ടെങ്കിലും കയ്യിൽ കരുതുക. പ്രപഞ്ചത്തിൽ വ്യാഴത്തിൻ്റെ പവർ നമ്മളിലേക്ക് ആഗിരണം ചെയ്യാൻ സഹായിക്കും. അപ്പം ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.